എല്ലാവർക്കും നമസ്കാരം. ആഡിയസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് അൽക്കോബാറിലെ ചില കാഴ്ചകളാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് മുഹമ്മദ് ദോസരി ഹോസ്പിറ്റൽ. സൗദി അറേബ്യയിലെ ഈസ്റ്റേൺ പ്രൊവിൻസിലെ ഒരു പ്രധാനപ്പെട്ട സെക്കൻഡറി ഹോസ്പിറ്റലാണ് മുഹമ്മദ് ദോസരി ഹോസ്പിറ്റൽ. 1956 സ്ഥാപിതമായിരിക്കുന്നത്. ഇത് സിഹത്തി 4th സ്ട്രീറ്റ് അൽക്കോബാർ ആണ്. ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലായി ചെറിയ ഷോപ്പുകളുണ്ട്. ഈ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലായി സൗദി നാഷണൽ ബാങ്ക്, അതായത് SNBയുടെ ഒരു ATM മെഷീൻ കാണാം. ആ വഴി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പഴയ വസ്ത്രങ്ങൾ ശേഖരിക്കുന്ന ഒരു ചാരിറ്റി ബോക്സ് കാണാം. ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചിട്ടാണ്. പേർഷ്യൻ ഗൾഫിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയുടെ ഈസ്റ്റേൺ പ്രൊവിൻസിലുള്ള ഒരു നഗരമാണ് അൽക്കോബാർ. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയയും പരിസര പ്രദേശങ്ങളുമാണ്. കോബാറിലെ സമീപ പ്രദേശങ്ങളാണ് ദമാം മെട്രോപൊളിറ്റൻ ഏരിയ, ദമാം, ദഹ്റാൻ. ഇവിടുത്തെ റോഡുകളിൽ നമ്മുടെ നാട്ടിലത്തെ പോലെ വേസ്റ്റുകൾ വലിച്ചെറിയലില്ല, കണ്ടില്ലേ? റോഡിന്റെ മിക്ക വശങ്ങളിലും ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ബോക്സ് കാണാം. നമ്മളുടെ വേസ്റ്റുകൾ നമ്മൾ കവറിലാക്കി അതിലാണ് നിക്ഷേപിക്കുന്നത്. ഇവിടുത്തെ സ്വീപ്പർമാരും ക്ലീനർമാരും രാത്രി കാലങ്ങളിൽ വന്ന് അന്നത്തെ ദിവസം കളക്ട് ചെയ്തിരിക്കുന്ന മാലിന്യങ്ങൾ ഫുൾ അവർ ആ ബോക്സിൽ നിന്ന് നീക്കം ചെയ്യുന്നു. മിക്ക റോഡ് സൈഡിലും നമുക്ക് ഗ്രീൻ കളർ ബോക്സേജ് കാണാം. ഇനി ആ ചാരിറ്റി ബോക്സ് എന്താണെന്നല്ലേ പറഞ്ഞു തരാം. സൗദി ഗവൺമെന്റിന്റെ ഒരു ചാരിറ്റി പദ്ധതിയാണിത്. നമ്മൾക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ പഴയ വസ്ത്രങ്ങൾ, എന്നാൽ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പഴയ വസ്ത്രങ്ങൾ, പുതിയ വസ്ത്രങ്ങളായാലും കുഴപ്പമില്ല. ഇപ്പൊ ഫൈനൽ എക്സിറ്റ് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും നമ്മുടെ അലമാരയിൽ സ്ഥലമില്ലാതെ വിഷമിക്കുന്നവർക്കും ഉപകാരപ്രദമായൊരു ബോക്സ് കൂടിയാണ് ഇത്. ഇതൊരു പുണ്യപ്രവൃത്തി കൂടിയാണ് കേട്ടോ. നമ്മൾക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കി മടക്കി ഈ ബോക്സിൽ നമുക്ക് നിക്ഷേപിക്കാം. പാവപ്പെട്ടവരെ സഹായിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് ഈ വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കപ്പെടുന്നതാണ്. അതാണ് ഈ ഒരു ബോക്സ് കൊണ്ടുള്ള ഇവിടുത്തെ പ്രയോജനം. അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ഈ വസ്ത്രങ്ങൾ എത്തുന്നതാണ്. കുട്ടികൾക്കായുള്ള വസ്ത്രങ്ങൾ, മുതിർന്നവർക്കായുള്ള വസ്ത്രങ്ങൾ എല്ലാം ഇതിൽ നിക്ഷേപിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ സമീപത്തായി മറ്റൊരു ബോക്സ് കൂടിയുണ്ട്. ഇതിൽ കുട്ടികൾക്കായുള്ള പഠന പുസ്തകങ്ങൾ നമുക്ക് ചാരിറ്റിയായി നിക്ഷേപിക്കാവുന്നതാണ്. നോട്ട് ബുക്കുകൾ, പഠിച്ചു കഴിഞ്ഞ പാഠപുസ്തകങ്ങൾ, കളറിംഗ് ബുക്കുകൾ എല്ലാം നമ്മൾക്കതിൽ നിക്ഷേപിക്കാം. അതും പാവപ്പെട്ട കുട്ടികൾക്ക് അവരെത്തിച്ചു കൊടുക്കും. ഇത് ഇവിടുത്തെ ഒരു ഗ്രൗണ്ടാണ്. ഇവിടെ ഒരു മുസ്ലിം ആരാധനാലയത്തോട് ചേർന്നിട്ടുള്ള ഒരു ഗ്രൗണ്ടാണിത്. പെരുന്നാൾ നമസ്കാരം ഈ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. ഒഴിവു സമയങ്ങളിൽ നടക്കുവാനും എക്സസൈസ് ചെയ്യുവാനും ഈ പ്രദേശം ഇവിടെയുള്ള നിവാസികൾ ഉപയോഗപ്പെടുത്തുന്നു. ഇപ്പൊ നല്ല ചൂട് കാലാവസ്ഥയാണ്. തണൽ മരങ്ങൾ നിങ്ങൾക്കിപ്പോൾ കാണാം. അവിടെ ബെഞ്ചുകളുമുണ്ട്. നമുക്ക് അവിടുന്ന് വിശ്രമിക്കുകയും ചെയ്യാം. ഇതാണ് കോബാറിലുള്ള ഒരു മുസ്ലിം ആരാധനാലയം. റോഡിന്റെ ഇരുവശങ്ങളിലായി പഴയതും പുതിയതുമായ കെട്ടിടങ്ങൾ കാണാം. ഇതാണ് ഇവിടുത്തെ റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ. ഈ മുസ്ലിം ആരാധനാലയത്തോട് ചേർന്ന് തന്നെയാണ് ഗ്രൗണ്ട് ഉള്ളത്. ആ ഗ്രൗണ്ടിന്റെ സമീപത്താണ് ഈ ചാരിറ്റി ബോക്സ് ഉള്ളത്.
പഴയ വസ്ത്രങ്ങൾ അധികമായവർക്കും അലമാരയിൽ സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കും ഈ ചാരിറ്റി ബോക്സ് ഒരു സഹായമാണ്. പാവപ്പെട്ടവർക്കും ഒരു സഹായമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നല്ല വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇനി വിഷമിക്കേണ്ട. ഈ ചാരിറ്റി ബോക്സ് പ്രയോജനപ്പെടുത്താം. ഇതൊരു പുണ്യപ്രവൃത്തി കൂടിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.